എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 3 മലയാളത്തിന്റെ എമ്പുരാൻ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ട് ഇന്ന് 8ാം ദിവസത്തിലേക്ക് വിജയകരമായി കടന്നിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിലൂടെ ചിത്രത്തിന്റെ 8ാം ദിവസത്തെ കേരള ഡീറ്റെയിൽഡ് അഡ്വാൻസ് സെയിലിനെ കുറിച്ചാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 8000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ എമ്പുരാൻ ഇന്നലെ മാത്രം ബുക്ക് മൈ ഷോയിലൂടെ 24 മണിക്കൂറിൽ വിറ്റുപോയത് ഏകദേശം 1 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. എമ്പുരാൻ സിനിമയുടെ 8ാം ദിവസമായ ഇന്ന് കേരള അഡ്വാൻസ് സെയില് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. ആദ്യം തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ ഏകദേശം 232 ഷോകളാണ് ട്രാക്ക് ചെയ്യുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്യുന്നത് 10,000-ന് മുകളിലുള്ള പ്രേക്ഷകരെയാണ്. അവിടുത്തെ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് 23 ലക്ഷം രൂപയാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 16%. കൊല്ലത്തേക്ക് പോകുമ്പോൾ 114 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 6556 പേരെയാണ് ഓഡിയൻസായി ട്രാക്ക് ചെയ്യുന്നത്. 10 ലക്ഷം രൂപയാണ് അവിടുത്തെ ഇന്നത്തെ ഗ്രോസ് കളക്ഷനായി അഡ്വാൻസ് സെയിലിലൂടെ എമ്പുരാൻ നേടിയിരിക്കുന്നത്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 18%. പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ 42 ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ 2726 പ്രേക്ഷകരെയാണ് ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഗ്രോസ് കളക്ഷൻ ഇന്നത്തേത് 4 ലക്ഷത്തിൽ പരം ഗ്രോസ് കളക്ഷൻ അഡ്വാൻസ് സെയിലിലൂടെ എമ്പുരാൻ നേടിയിട്ടുണ്ട്. 25% പത്തനംതിട്ടയിലെ തിയേറ്റർ ഒക്യുപ്പൻസി. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ 95 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 7853 പ്രേക്ഷകരെയാണ്. അവിടുത്തെ ഗ്രോസ് കളക്ഷൻ അഡ്വാൻസ് സെയിലിലൂടെ എമ്പുരാൻ നേടിയിരിക്കുന്നത് 11 ലക്ഷം രൂപയാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 25%. കോട്ടയത്തിലേക്ക് വരുമ്പോൾ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഷോ കൗണ്ടുകളുടെ എണ്ണം 115 ആണ്. 6803 ഓഡിയൻസിനെ ട്രാക്ക് ചെയ്യുമ്പോൾ 10 ലക്ഷം രൂപയാണ് ഇതുവരെ അഡ്വാൻസ് ഗ്രോസ് ആയിട്ട് കോട്ടയത്ത് നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത്. കോട്ടയത്തെ ഇന്നത്തെ ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 18%. ഇനി ഇടുക്കിയിലേക്ക് വരുമ്പോൾ 38 ഷോകളാണ് ട്രാക്ക് ചെയ്യുന്നത്. 2471 പ്രേക്ഷകരെ ട്രാക്ക് ചെയ്യുമ്പോൾ 3 ലക്ഷം രൂപയാണ് അഡ്വാൻസ് സെയിലിലൂടെ ഇന്ന് ഇടുക്കിയിലൂടെ നേടിയിരിക്കുന്നത്. കേരളത്തിൽ ഇന്നും എമ്പുരാൻ ഏറ്റവും അധികം ഷോകൾ കളിക്കുന്നത് എറണാകുളത്ത് തന്നെയാണ്. അവിടെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 363 ഷോകളാണ്. ഏകദേശം ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 20,000-ന് മുകളിലുള്ള പ്രേക്ഷകരെയാണ്. 42 ലക്ഷം രൂപയാണ് അവിടുത്തെ ഇന്നത്തെ അഡ്വാൻസ് ഗ്രോസ് ആയിട്ട് എമ്പുരാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. 22% ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി. ഇനി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ 224 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 11,000-ൽ പരം പ്രേക്ഷകരെ ട്രാക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഇന്നത്തെ ഗ്രോസ് കളക്ഷനായി അഡ്വാൻസിലൂടെ നേടിയിരിക്കുന്നത് എമ്പുരാൻ 17 ലക്ഷം രൂപയാണ്. 17% തിയേറ്റർ ഒക്യുപ്പൻസി. ഇനി പാലക്കാടിലേക്ക് വരുമ്പോൾ 126 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 4132 പ്രേക്ഷകരെയാണ്. അവിടുത്തെ ഇന്നത്തെ അഡ്വാൻസ് ഗ്രോസ് എന്ന് പറയുന്നത് 5 ലക്ഷത്തിന് മുകളിലാണ്. 10% ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി. മലപ്പുറത്തിലേക്ക് വരുമ്പോൾ 158 ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ 9,000-ൽ പരം പ്രേക്ഷകരെ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുന്നു. 12 ലക്ഷം രൂപയാണ് അവിടുത്തെ അഡ്വാൻസ് സെയിലിലൂടെ ഇന്ന് നേടിയിരിക്കുന്നത്. 23% ഒക്യുപ്പൻസിയിലാണ് ചിത്രം ഇന്ന് കളിക്കാൻ പോകുന്നത് ഇതുവരെ. ഇനി വയനാട്ടിലേക്ക് വരുമ്പോൾ 39 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 2,000-ൽ പരം പ്രേക്ഷകരെ ട്രാക്ക് ചെയ്യുമ്പോൾ 2 ലക്ഷത്തിൽ പരം ഗ്രോസ് ആണ് ഇന്ന് അഡ്വാൻസ് സെയിലിലൂടെ എമ്പുരാൻ വയനാട്ടിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി ഇന്ന് 23%. ഇനി കോഴിക്കോടിലേക്ക് വരുമ്പോൾ 226 ഷോകളാണ് ട്രാക്ക് ചെയ്യുന്നത്. 14,000-ൽ പരം പ്രേക്ഷകരെ ട്രാക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്നും അഡ്വാൻസ് ഗ്രോസ് ആയി നേടിയിരിക്കുന്നത് 23 ലക്ഷം രൂപയാണ്. കോഴിക്കോടിലെ ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി ഇന്ന് 26%. ഇനി കണ്ണൂരിലേക്ക് വരുമ്പോൾ 135 ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 10,000-ന് മുകളിലുള്ള പ്രേക്ഷകരെയാണ്. അഡ്വാൻസ് ഗ്രോസ് ആയിട്ട് ഇന്ന് കണ്ണൂരിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് 14 ലക്ഷം രൂപയാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 31%. 8ാം ദിവസം അഡ്വാൻസ് സെയിലിലൂടെ ഏറ്റവും മികച്ച ഒക്യുപ്പൻസി ഉള്ളത് കണ്ണൂരിലാണ്. ഇനി കാസർഗോഡിലേക്ക് വരുമ്പോൾ 32 ഷോകൾ, ഏറ്റവും കുറഞ്ഞ ഷോ കൗണ്ടുകൾ ഉള്ളത് കാസർഗോഡാണ്. 32 ഷോകളിൽ നിന്നും ഏകദേശം 1204 ഓഡിയൻസിനെ ട്രാക്ക് ചെയ്യുമ്പോൾ 1 ലക്ഷത്തിന് മുകളിലാണ് അവിടുത്തെ ഗ്രോസ് ആയി വന്നിരിക്കുന്നത്. കാസർഗോഡിലെ ഇന്നത്തെ ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 13%. അങ്ങനെ ടോട്ടൽ ഇന്ന് മാത്രം 8ാം ദിവസം മാത്രം കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത്
ചെയ്തിരിക്കുന്നത് 1939 ഷോകളാണ്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,00,000-ന് മുകളിലുള്ള പ്രേക്ഷകരെയും. 8ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ 20% തിയേറ്റർ ഒക്യുപ്പൻസിയിൽ ഇതുവരെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം 1,85,00,000 രൂപയാണ് എമ്പുരാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നൊരു വർക്കിംഗ് ഡേയിലും മികച്ചൊരു അഡ്വാൻസ് പ്രീസെയില് എമ്പുരാന്റെ പേരിൽ കേരള ബോക്സ് ഓഫീസിൽ നടന്നിരിക്കുകയാണ്. ആദ്യ 6 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 61 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയ ചിത്രം ഇന്നലത്തെ കളക്ഷനോട് കൂടി തന്നെ 68-69 കോടി റേഞ്ചിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം. ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ മാത്രം 130 കോടി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ആഗോള കളക്ഷനായിട്ട് 220 കോടിയും കഴിഞ്ഞ് 230-235 കോടി റേഞ്ചിലും എത്തിയിരിക്കുകയാണ്. എന്തായാലും എമ്പുരാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.